ഹലോ, ഹുക്സ് ആൻഡ് ഹോബീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു കോസ്റ്റർ വിത്ത് റോസസ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഇത് നമുക്ക് കോസ്റ്ററായിട്ട് യൂസ് ചെയ്യാം, അല്ലാതെ തന്നെ ഗിഫ്റ്റിംഗ് പർപ്പസിനും യൂസ് ചെയ്യാവുന്നതാണ്. അതിനായി ഇത് ഫോൾഡ് ചെയ്തതിന് ശേഷം ട്രയാങ്കിൾ രീതിയിൽ എഗെയിൻ ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്തിട്ട് ഒരു ബൊക്കെയായി നമുക്ക് ഗിഫ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് ഐദർ ഒരു യാൺ വെച്ചിട്ടോ അല്ലെങ്കിൽ റിബൺ വെച്ചിട്ടോ റാപ്പ് ചെയ്യുക. റാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇതുപോലെ പോട്ട് ഉണ്ടാക്കി പോട്ടിലിട്ട് ഡെക്കറേറ്റീവ് പീസായിട്ടും വയ്ക്കാവുന്നതാണ്. ഓക്കെ, സോ ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് ഞാൻ മെയിൻലി 3 ടൈപ്സ് യാണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കളേഴ്സ് ഓഫ് യാണാണ് യൂസ് ചെയ്തിരിക്കുന്നത്: വൈറ്റ്, ഗ്രീൻ ആൻഡ് റെഡ്. സോ ഇത് റെഡ് റോസസ് ആണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് പിങ്ക് റോസസ്, യെല്ലോ റോസസ് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാവുന്നതാണ്. ഓക്കെ, സോ നൗ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി വീഡിയോ. കോസ്റ്റർ വിത്ത് റോസസ് ചെയ്യാനായി ഞാനിവിടെ ആദ്യം ഒരു വൈറ്റ് കളർ യാണാണ് യൂസ് ചെയ്യുന്നത്. 4.5 mm ഹുക്കുമാണ് യൂസ് ചെയ്യുന്നത്. സോ ഇതിന് ഏറ്റവും ബെറ്റർ കോട്ടൺ യാൺസ് ആണ്. അക്രിലിക് യാൺസ് യൂസ് ചെയ്ത് ചൂടുള്ള കപ്പ് വെക്കുമ്പോൾ ഉരുകി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. സോ ഓൾവേസ് യൂസ് കോട്ടൺ യാൺ ഫോർ മേക്കിംഗ് കോസ്റ്റർ. സോ ആദ്യമായിട്ട് നമുക്കൊരു മാജിക് റിങ് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. മാജിക് റിങ് ചെയ്യാനുള്ള ഈസി ടെക്നിക്സ് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് ഈ വീഡിയോയുടെ. ഓക്കെ, സോ മാജിക് റിങ് ഉണ്ടാക്കിയതിന് ശേഷം ചെയിൻ 3 ചെയ്യുക. അതിനുശേഷം 11 ഡബിൾ ക്രോഷ്യ ചെയ്യുക. സോ ടോട്ടൽ നമുക്ക് വേണ്ടത് 12 ഡബിൾ ക്രോഷ്യേസ് ആണ്. ചെയിൻ 3 ആൻഡ് 11 ഡബിൾ ക്രോഷ്യേസ് ഇൻ ടു ദി മാജിക് റിങ്. ഓക്കെ, ഞാനിവിടെ ചെയിൻ 3 ആൻഡ് 11 ഡബിൾ ക്രോഷ്യേസ് ചെയ്തിരിക്കുകയാണ്. ടോട്ടൽ 12. അതിനുശേഷം മാജിക് റിങ് ക്ലോസ് ചെയ്യുക. പിന്നീട് ചെയിൻ 3യിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. 1 2 3 ടോപ്പിലേക്ക് കൊണ്ടുവന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ, അതിനുശേഷം റൗണ്ട് 2 ഈസ് റൗണ്ട് ഓഫ് ഇൻക്രീസസ് ആണ്. ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ചെയിൻ 3 ചെയ്യുക. ചെയിൻ 3യെ നമ്മൾ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ആയിട്ട് കൺസിഡർ ചെയ്യും. അതിനുശേഷം സെയിം സ്റ്റിച്ചിലേക്ക് വീണ്ടും ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇങ്ങനെ ടോട്ടൽ നമുക്ക് 24 ഡബിൾ ക്രോഷ്യേസ് കിട്ടുന്നതാണ്. അറ്റ് ദ എൻഡ് നമുക്ക് 24 ഡബിൾ ക്രോഷ്യേസ് കാണും. എല്ലാ സ്റ്റിച്ചിലും മുകളിലും 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റിച്ച് മാർക്കേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ റൗണ്ട് 2ൻ്റെ എൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. എനിക്കിനിയും 1 more സ്റ്റിച്ചസ് ആണ് പെൻഡിങ് ആയിട്ടുള്ളത്. അവിടേക്ക് 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റിച്ച് കൗണ്ടിൽ സംശയം ഉണ്ടെങ്കിൽ ഓൾവേസ് ബാക്ക്വേർഡ് കൗണ്ട് ചെയ്ത് 24 സ്റ്റിച്ചസ് തന്നെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, ഇനി ലാസ്റ്റ് ചെയിൻ 3യിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് റൗണ്ട് 2 ഫിനിഷ് ചെയ്യുക. നോ റൗണ്ട് 3 ചെയ്യുന്നതിനായി ചെയിൻ 3 ആൻഡ് നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. സോ ഇതൊരു ഡബിൾ ക്രോഷ്യ ഓഫ് ഇൻക്രീസ് ആണ്. അതായത് ഡബിൾ ക്രോഷ്യ ദെൻ ഡബിൾ ക്രോഷ്യ ഇൻക്രീസ്. ഓക്കെ, അതിനുശേഷം അടുത്ത സ്റ്റിച്ചിലേക്ക് സിംഗിൾ ഡബിൾ ക്രോഷ്യ ചെയ്യുക. അടുത്ത സ്റ്റിച്ചിലേക്ക് 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. അങ്ങനെ എൻഡിൽ ലാസ്റ്റ് സ്റ്റിച്ച് വരുമ്പോൾ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ ഒരു സ്റ്റിച്ചിലേക്ക് ചെയ്തായിരിക്കും ഫിനിഷ് ചെയ്യുന്നത്. സോ നമ്മളിവിടെ റൗണ്ട് 3യുടെ എൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. എനിക്കിനി ഇവിടെ 2 സ്റ്റിച്ചസ് ആണ് റിമൈനിങ് ഉള്ളത്. ഫസ്റ്റ് വണ്ണിൽ ഡബിൾ ക്രോഷ്യ ആണ്. നെക്സ്റ്റ് വണ്ണിൽ ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് ചെയ്ത് നിർത്തുക. സോ ടോട്ടൽ എനിക്കിവിടെ 36
ഡബിൾ ക്രോഷേസ് ആണ് കിട്ടിയിരിക്കുന്നത്. അതാണ് റൗണ്ട് 3. ദെൻ സ്ലിപ്പ് സ്റ്റിച്ച് ടു ദി ചെയിൻ 3. ഓക്കെ, റൗണ്ട് 3 ഫിനിഷ് ചെയ്യാതിരിക്കുകയാണ്. റൗണ്ട് 4 ചെയ്യാനായിട്ട് അഗെയിൻ ചെയിൻ 3 ചെയ്തതിന് ശേഷം അടുത്ത ഡബിൾ ക്രോഷേ സ്റ്റിച്ചിലേക്ക് ഡബിൾ ക്രോഷേ ചെയ്യുക. സോ ചെയിൻ 3 ഒരു ഡബിൾ ക്രോഷേ ആയിട്ടാണ് എടുക്കുന്നത്. ഡബിൾ ക്രോഷേ 2 ഡബിൾ ക്രോഷേ കഴിഞ്ഞ് തേർഡ് സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷേ ഇൻക്രീസ് ചെയ്യുക. സോ ഇത് ഡബിൾ ക്രോഷേ തന്നെ ഡബിൾ ക്രോഷേ ഇൻക്രീസ്, അങ്ങനെയായിരിക്കും ഇതിൻ്റെ പാറ്റേൺസ്. അടുത്ത സ്റ്റിച്ചിലേക്ക് ഡബിൾ ക്രോഷേ ചെയ്യുക, അടുത്ത സ്റ്റിച്ചിലേക്ക് വീണ്ടും ഡബിൾ ക്രോഷേ ചെയ്യുക, തൊട്ടടുത്ത സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷേ ഇൻക്രീസ് ചെയ്യുക. സോ ഈ റൗണ്ട് എൻഡ് ആകുമ്പോൾ നമുക്ക് ടോട്ടൽ 48 ഡബിൾ ക്രോഷേ സ്റ്റിച്ചസ് കിട്ടുന്നതാണ്. ഓക്കെ, ഡബിൾ ക്രോഷേ ഇൻക്രീസ്, ദെൻ അഗൈൻ ഡബിൾ ക്രോഷേ ഇൻക്രീസ്. സോ എൻ്റെ ലാസ്റ്റ് സ്റ്റിച്ച് എത്തുമ്പോൾ നമ്മൾ ഡബിൾ ക്രോഷേ ഇൻക്രീസ് ആയിരിക്കും ചെയ്യുന്നത്. വി വിൽ മീറ്റ് അറ്റ് ദ എൻഡ്. ഓക്കെ, ഞാനിവിടെ റൗണ്ട് 4ൻ്റെ എൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. റൗണ്ട് 4ൻ്റെ എൻഡിൽ ലാസ്റ്റ് സ്റ്റിച്ചാണ്. ലാസ്റ്റ് സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷേ. സോ ഈ റൗണ്ടിൽ നമ്മൾ ചെയ്തത് ഡബിൾ ക്രോഷേ തന്നെ ഡബിൾ ക്രോഷേ ഇൻക്രീസ്. സോ ലാസ്റ്റ് സ്റ്റിച്ചിൽ ഇൻക്രീസ് ചെയ്യുക, എന്നിട്ട് ചെയിൻ 3യിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് റൗണ്ട് ഫിനിഷ് ചെയ്യുക. ഓക്കെ, ഇനി റൗണ്ട് 5. റൗണ്ട് 5 റൗണ്ട് ഓഫ് സ്ലിപ്പ് സ്റ്റിച്ചസ് ആണ്. അതിനായി ഫസ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നു. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് അടുത്ത സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ത്രൂ ഔട്ട് ദ റൗണ്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ, ഈ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലൂസായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഒരുപാട് ടെൻഷൻ കൊടുക്കാതെ ലൂസായിട്ട് ചെയ്യുക. ഓക്കെ, എല്ലാ സ്റ്റിച്ചിലേക്കും സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. ലാസ്റ്റ് നമ്മൾ സ്റ്റിച്ച് മാർക്ക് ഇട്ടിരിക്കുന്ന സ്റ്റിച്ചിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് റൗണ്ട് ഫിനിഷ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സ്ലിപ്പ് സ്റ്റിച്ച് ത്രൂ ഔട്ട് ദി സ്റ്റിച്ചസ്. ഓക്കെ, സോ ടോട്ടൽ 48 സ്റ്റിച്ചസ് ഉണ്ട്. എല്ലാ സ്റ്റിച്ചിലും സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. സോ റൗണ്ട് 5ൽ ലാസ്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. എല്ലാ സ്റ്റിച്ചിലേക്കും ലൂസായിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യുക. ഫൈനലി നമ്മുടെ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിനുശേഷം സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ആൻഡ് യാണ് കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യാവുന്നതാണ്. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് റൗണ്ട്സിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് യാൺ എൻഡ് ഹൈഡ് ചെയ്യാവുന്നതാണ്. ബാക്ക് സൈഡിലേക്ക് ഹൈഡ് ചെയ്യാം, വീവ് ചെയ്ത് ഹൈഡ് ചെയ്തിട്ട് റെസ്റ്റ് ഓഫ് ദ എൻഡ് നമുക്ക് കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യാം റൗണ്ട്. ശേഷം എൻഡ് നമുക്ക് കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യാം. പിന്നെ നമ്മുടെ മാജിക് റിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് ചെയിനും ഒന്ന് ടൈറ്റൻ ചെയ്തതിന് ശേഷം ഇതും നമുക്ക് വീവ് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ എഡ്ജ് കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ റൗണ്ട് 5 വരെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ലീഫാണ് ചെയ്യാനുള്ളത്. അതിനായി ഞാൻ ഗ്രീൻ യാണാണ് യൂസ് ചെയ്യുന്നത്. ഗ്രീൻ യാണ് വൈറ്റ് യാണിലേക്ക് അറ്റാച്ച് ചെയ്യണം. അതിനായിട്ട് 2 ടെക്നിക്ക് നമുക്ക് യൂസ് ചെയ്യാം. ഒന്നുകിൽ നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഹുക്കിലേക്ക് ആദ്യമേ അറ്റാച്ച് ചെയ്യുക, പിന്നീട് ഈ യാണ് വൈറ്റിലേക്ക് അറ്റാച്ച് ചെയ്യാം. സോ ഈ റൗണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത് ബാക്ക് ലൂപ്പിൽ മാത്രമായിരിക്കും. ഒരു സ്റ്റിച്ച് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് ലൂപ്പ് ഇതാണ്, ബാക്ക് ലൂപ്പ് ഇതാണ്. ഈ ബാക്ക് ലൂപ്പിൽ മാത്രമായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. സോ ബാക്ക് ലൂപ്പ് സെലക്ട് ചെയ്യുക, യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ. സോ നമ്മുടെ ഗ്രീൻ യാണ് വൈറ്റിലേക്ക് അറ്റാച്ച് ആയിരിക്കുകയാണ്. ഇതൊരു ടെക്നിക്കാണ്. മറ്റൊരു ടെക്നിക്കും കൂടെ കാണിച്ചു തരാം. സോ നേരത്തെ പറഞ്ഞതുപോലെ റാൻഡമായിട്ട് ഏതെങ്കിലും ഒരു സ്റ്റിച്ച് സെലക്ട് ചെയ്യുക. സോ ഇതൊരു സ്റ്റിച്ചാണ്, ഞാൻ ഇതിൻ്റെ ബാക്ക് ലൂപ്പാണ് സെലക്ട് ചെയ്യുന്നത്. ബാക്ക് ലൂപ്പ് സെലക്ട് ചെയ്യുക, ഹുക്ക് കയറ്റുക, ഹുക്കിൻ്റെ മുകളിലൂടെ യാൺ വെക്കുക. ഓക്കെ,
വെച്ചതിന് ശേഷം പുൾ ത്രൂ ചെയ്യുക. പുൾ ത്രൂ ചെയ്തിട്ട് യാൺ ഓവർ, വർക്കിംഗ് എൻഡ് യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ദിസ് ലൂപ്പ്. നമ്മുടെ ടെയിൽ എൻഡ് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക. യാൺ ഇവിടെ അറ്റാച്ച് ആയിരിക്കുന്നതാണ്. ഇനി ചെയിൻ 6, 1 2 3 4 5 6 ചെയിൻ 6 ചെയ്യുക ആൻഡ് ഡബിൾ ക്രോഷ്യ ഇൻ ടു ദി സെയിം ബാക്ക് ലൂപ്പ്. ഓക്കെ, സെയിം ബാക്ക് ലൂപ്പിലേക്ക് ഡബിൾ ക്രോഷ്യ ചെയ്യുക. അതിന് ശേഷം ചെയിൻ 1, ദെൻ സ്കിപ്പ് 3 സ്റ്റിച്ചസ്, 1 2 3 സ്റ്റിച്ചസ് സ്കിപ്പ് ചെയ്ത് 4th സ്റ്റിച്ചിൻ്റെ ബാക്ക് ലൂപ്പിലേക്ക് എഗെയിൻ ഡു എ ഡബിൾ ക്രോഷ്യ. ദെൻ ചെയിൻ 4 and double crochet, chain 4 double crochet, chain 4 double crochet into the same back loop and then chain 1 ചെയ്തതിന് ശേഷം വീണ്ടും 1 2 3 4th സ്റ്റിച്ചിൻ്റെ ബാക്ക് ലൂപ്പിലേക്ക് ഡബിൾ ക്രോഷ്യ ചെയ്യുക. ദെൻ ചെയിൻ 4 ഡബിൾ ക്രോഷ്യ ആൻഡ് ഡു ചെയിൻ 1. സോ നമ്മുടെ റൗണ്ട് 6ൻ്റെ എൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ചെയിൻ 4 ഡബിൾ ക്രോഷ്യ ഇൻറ്റു ബാക്ക് ലൂപ്പ്, ചെയിൻ 1, ചെയിൻ 1, നെക്സ്റ്റ് 3 സ്റ്റിച്ചസ് സ്കിപ്പ് ചെയ്യുക. അങ്ങനെ ഈ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഈ ചെയിൻ 4 സ്പേസിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യുക. നമുക്കിനി 1 മോർ റൗണ്ട് ഗ്രീൻ വെച്ച് തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ടുണ്ട്, ലീഫ് ഉണ്ടാക്കാനുണ്ട്. സോ അതിനായിട്ട് വീണ്ടും ചെയിൻ 3 ചെയ്യുക. ചെയിൻ 3 ചെയ്തിട്ട് സെക്കൻഡ് ചെയിനിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക ആൻഡ് ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്യുക. again slip stitch into this chain 4 space. വീണ്ടും ഒരു ലീഫും കൂടെ ചെയ്യാനായിട്ട് ചെയിൻ 3 ചെയ്യുക. slip stitch into the second chain and single crochet into the first chain. വീണ്ടും slip stitch ചെയ്യുക. ഈ സെയിം പ്രോസസ്സ് ഇങ്ങനെ തന്നെ ലീഫ് എല്ലാ ചെയിൻ 4 സ്പേസിലും വർക്ക് ചെയ്യുക. ചെയിൻ 4 സ്പേസിലേക്ക് ഇനി എത്തുന്നതിനായിട്ട് നമുക്കൊരു 3 സ്ലിപ്പ് സ്റ്റിച്ചസ് ചെയ്യേണ്ടതുണ്ട്. ഫസ്റ്റ് 1 ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കുക. ചെയിൻ 1 സ്പേസിൽ അനദർ സ്ലിപ്പ് സ്റ്റിച്ച്, പിന്നീട് ഈ ചെയിൻ 4 സ്പേസിൽ സ്ലിപ്പ് സ്റ്റിച്ച് കൊടുത്ത് കയറാവുന്നതാണ്. പിന്നീട് സെയിം പ്രോസസ്സ് ചെയിൻ 3 സെക്കൻഡ് ചെയിനിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഫസ്റ്റ് ചെയിനിലേക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ആൻഡ് അഗെയിൻ സ്ലിപ്പ് സ്റ്റിച്ച് ഇൻറ്റു ചെയിൻ 4 സ്പേസ്, 1 മോർ ലീഫ്, അതിനായി ചെയിൻ 3 ചെയ്യുക. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക സെക്കൻഡ് ചെയിനിലേക്ക്. ഫസ്റ്റ് ചെയിനിലേക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്യുക. സ്ലിപ്പ് സ്റ്റിച്ച് ഇൻറ്റു ചെയിൻ 4 സ്പേസ്, പിന്നീട് ഈ ഡബിൾ ക്രോഷ്യയുടെ മുകളിലായിട്ട് വീണ്ടും ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കുക. ചെയിൻ 1 സ്പേസിൻ്റെ അവിടെയായിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കുക. പിന്നീട് ചെയിൻ 4 സ്പേസിൻ്റെ അവിടെ സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കുക. ചെയിൻ 4 കയറുക. then again ചെയിൻ 3 ആൻഡ് ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ചെയിൻ സ്പേസിൽ എത്തിയിരിക്കുകയാണ്. സോ ചെയിൻ സ്പേസിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കയറുക. പിന്നീട് ചെയിൻ 3
and single crochet into second chain, sorry, slip stitch into second chain and single crochet into the first chain, then slip stitch, chain 3, slip stitch into the second chain, and single crochet into the first chain, then again slip stitch ചെയ്ത് ഈ റൗണ്ട് ഫിനിഷ് ചെയ്യും. ഓക്കെ, ഇവിടെ കൊണ്ട് ഫിനിഷ് ആക്കുന്നത്. ഓക്കെ, ഞാൻ കട്ട് ചെയ്യുക, ചെയിൻ 1 ചെയ്ത് പുൾ ത്രൂ ചെയ്ത് ടൈറ്റൻ ചെയ്യുക. പിന്നീട് ഈ യാൺ എഡ്ജസ് നീഡിൽ യൂസ് ചെയ്തിട്ട് അടിയിലേക്ക് സെക്യൂർ ചെയ്യുക, ബാക്ക് സൈഡിലേക്ക്. ഓക്കെ, ടേക്ക് വൺ നീഡിൽ, സെക്യൂർ ദ ത്രെഡ്. സോ അങ്ങനെ നമ്മുടെ ലീഫ് പാർട്ട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഫ്ലവേഴ്സാണ് ഉണ്ടാക്കാനുള്ളത്. ഫ്ലവേഴ്സ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ റെഡ് യാൺ ആണ് യൂസ് ചെയ്യുന്നത്. റെഡ് റോസ് ഫ്ലവേഴ്സാണ് ഉണ്ടാക്കുന്നത്. സോ റെഡ് യാൺ എടുക്കുക. റെഡ് യാൺ എടുത്തതിന് ശേഷം ഒരു ചെയിൻ 10 ചെയ്യുക. One, 2, 3, 4, 5, 6, 7, 8, 9 and 10. അതിനുശേഷം yarn over and double crochet into the third chain. Okay, 1, 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് തേർഡ് ചെയിനിലേക്ക് ഡബിൾ ക്രോഷേ ചെയ്യുക. പുൾ ത്രൂ ഫസ്റ്റ്, yarn over, പുൾ ത്രൂ നെക്സ്റ്റ്. ഓക്കെ, ഡബിൾ ക്രോഷേ ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് 6 ചെയിൻസിലേക്ക് 2 ഡബിൾ ക്രോഷേസ് വീതം ചെയ്യുക. ഓക്കെ, 2 ഡബിൾ ക്രോഷേസ് വീതം നെക്സ്റ്റ് 6 ചെയിൻസിലായി ചെയ്യുക. 1, 2. അടുത്ത സ്പേസിലും 1, 2. അടുത്ത സ്പേസിലും 1, 2. അതിൻ്റെ അടുത്ത സ്പേസിലും അങ്ങനെ 6 സ്പേസസിലും 2 ഡബിൾ ക്രോഷേസ് വീതം ചെയ്യേണ്ടതാണ്. Okay, one more space is there. അതിനുശേഷം ലാസ്റ്റ് ചെയിനിലേക്ക് ഒരു സിംഗിൾ ഡബിൾ ക്രോഷേ ചെയ്യുക. ചെയിൻ 2 and slip stitch into the same space. Okay, സെയിം ചെയിൻ സ്പേസിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം നമുക്കിത് സെക്യൂർ എല്ലാം ചെയ്യാനുള്ളതാണ്. സോ കുറച്ച് ലെന്തിൽ ഇത് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ലെന്തിൽ ഞാൻ കട്ട് ചെയ്തതിന് ശേഷം ചെയിൻ 1 ചെയ്ത് ഫിനിഷ് ചെയ്യുക. അതിനുശേഷം
നമ്മുടെ ഈ സ്മോളർ യാണ് ബാക്കിലേക്ക് നമുക്ക് സെക്യൂർ ചെയ്തിട്ട് ഇത് കട്ട് ചെയ്ത് ഈ സ്മോളർ ത്രെഡ് നമ്മൾ സെക്യൂർ ചെയ്യുക. ലാർജർ വണ്ണ് നമുക്കിനി ഫ്ലവർ ഉണ്ടാക്കാനും പിന്നെ ഫ്ലവർ കോസ്റ്ററിലേക്ക് അറ്റാച്ച് ചെയ്യാനും എല്ലാം ആവശ്യമാണ്. ഓക്കെ, അതിന് ശേഷം ഇത് ട്രിം ചെയ്ത് കട്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ലാർജർ ത്രെഡ് നീഡിലിൽ എടുത്തതിന് ശേഷം ഇത് സെയിം ലൈനിൽ ഈ ഫ്ലവർ ഫോൾഡ് ചെയ്ത് കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ കൊണ്ടുവരുമ്പോൾ ഇത് വർക്കിംഗ് എൻഡിലായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. എന്നിട്ട് ഇത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നീഡിൽ കൊണ്ടുപോവുക. ഓക്കെ, പിന്നീട് നീഡിൽ പാസ് ചെയ്ത് എല്ലാ അറ്റത്തു നിന്ന് ഇത് സെക്യൂർ ചെയ്തെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, സോ ഇതൊരു റോസ് ഫ്ലവറിൻ്റെ ഷേപ്പിലായിരിക്കും. എന്നിട്ട് ലാസ്റ്റിൽ നമ്മുടെ നീഡിൽ മിഡിൽ പോർഷനിലായിരിക്കണം ഉണ്ടാകേണ്ടത് ഫ്ലവറിൻ്റെ, എങ്കിലേ അറ്റാച്ച് ചെയ്യുമ്പോൾ ഭംഗി കാണത്തുള്ളൂ. ഓക്കെ, ത്രെഡ് മിഡിലാണെന്ന് ഉറപ്പുവരുത്തുക. സോ അങ്ങനെ നമ്മുടെ 12 റോസ് ഫ്ലവേഴ്സും ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കിത് കോസ്റ്ററിലേക്ക് ഫിക്സ് ചെയ്യണം. നമ്മളങ്ങനെ ഫൈനൽ പാർട്ട് ഓഫ് ദി പ്രോജക്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ ഫൈനൽ പാർട്ട് ഓഫ് ദി പ്രോജക്റ്റിൽ നമ്മുടെ ആ ചെയിൻ 1 സ്പേസിലേക്ക് നമ്മൾ നമ്മുടെ ഫ്ലവേഴ്സ് എല്ലാം അറ്റാച്ച് ചെയ്യുകയാണ്. അതിനായിട്ട് ലോങ് ത്രെഡ് എടുക്കുക. ഈ ചെയിൻ 1 ചെയിൻ സ്റ്റിച്ച് ഉള്ള ചെയിൻ 1 സ്പേസ് ഉണ്ടല്ലോ, സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ആ സ്പേസിലേക്ക് നമ്മുടെ ഫ്ലവർ കൊണ്ടുപോവുക. കയറ്റിയതിന് ശേഷം ഫ്ലവറിലെ ഒരു ഏകദേശം മിഡിൽ പോർഷനുമായിട്ട് ഇതൊന്ന് അറ്റാച്ച് ചെയ്യുക. ഓക്കെ, നല്ലവണ്ണം അറ്റാച്ച് ചെയ്തതിന് ശേഷം നീഡിൽ ഫ്ലവറിൻ്റെ മിഡിലേക്ക് കൊണ്ടുപോവുക. അതിന് ശേഷം ത്രെഡ് ട്രിം ചെയ്യുക. ഇങ്ങനെ എല്ലാ ഫ്ലവേഴ്സും ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുക. സോ നമ്മുടെ കോസ്റ്റർ വിത്ത് റോസസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് നമുക്ക് നമ്മുടെ ഡൈനിങ് ടേബിൾസിൽ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ കോഫി കപ്സ് പ്ലേസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അത് തന്നെയുമല്ല, ഇത് ഗിഫ്റ്റിംഗ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ട്രയാങ്കിൾ ഷേപ്പിൽ ഫോൾഡ് ചെയ്ത് ഇവിടെ ഒരു യാൺ വെച്ച് കെട്ടുക, അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് റാപ്പ് ചെയ്യുന്ന റിബൺ വെച്ച് കെട്ടിയാലും മതിയാകും. അതിനുശേഷം ഇത് ഗിഫ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇതേപോലെ പോട്ട്സ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് പ്ലേസ് ചെയ്ത് ഡെക്കറേറ്റീവ് പീസായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. ഈ പോട്ട് ഉണ്ടാക്കുന്ന ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. സോ ഹോപ്പ് യു ഓൾ ലൈക്ക് ദിസ് വീഡിയോ. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. താങ്ക് യു.